ചിത്രത്തിൽ കാണിക്കുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? നിർബന്ധമായി ഇടത്തേക്ക് തിരിയുക, നിർബന്ധമായും ഇടതുവശം ചേർന്ന് ഓടിക്കുക, ഇടത്തോട്ട് തിരിയുക, റിവേഴ്സ് റോഡ്. ഉത്തരം നിർബന്ധമായും ഇടതുവശം ചേർന്ന് ഓടിക്കുക. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ബസ് സ്റ്റോപ്പ്, ബസ് വേ, നിർബന്ധിത ബസ് ട്രാക്ക്, ബസ് പാർക്കിംഗ്. ഉത്തരം ബസ് സ്റ്റോപ്പ്. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇടതുവശത്തു കൂടി ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു, ഇടത്തോട്ട് തിരിയുക, ഇടത്തേക്ക് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു. മുകളിൽ പറഞ്ഞവ ഒന്നും ശരിയല്ല. ഉത്തരം ഇടത്തേക്ക് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? മണിക്കൂറിൽ 50 കിലോമീറ്ററിൽ കൂടാതെ വേഗതയിൽ വാഹനം ഓടിക്കുക, മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ വാഹനം ഓടിക്കുക, മണിക്കൂറിൽ 50 കിലോമീറ്ററിൽ മുകളിൽ വേഗതയിൽ വാഹനം ഓടിക്കുക. സ്കൂൾ മേഖല അടയാളം. ഉത്തരം മണിക്കൂറിൽ 50 കിലോമീറ്ററിൽ കൂടാതെ വേഗതയിൽ വാഹനം ഓടിക്കുക. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? നിയന്ത്രണം അവസാനിച്ചിരിക്കുന്നു, നിർത്തരുത്, പാർക്ക് ചെയ്യരുത്, പ്രവേശനമില്ല. ഉത്തരം പാർക്ക് ചെയ്യരുത്. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? നിർബന്ധമായും മുന്നോട്ട് അല്ലെങ്കിൽ വലത്തേക്ക് തിരിയുക, മുന്നോട്ടുള്ള റോഡിൽ ഇടതുവശത്തേക്ക് വളവ്, മുന്നിൽ സൈഡ് റോഡ്, നിർബന്ധമായും മുന്നോട്ട് അല്ലെങ്കിൽ ഇടത്തേക്ക് തിരിയുക. ഉത്തരം നിർബന്ധമായും മുന്നോട്ട് അല്ലെങ്കിൽ ഇടത്തേക്ക് തിരിയുക. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? കാളവണ്ടി നിരോധിച്ചിരിക്കുന്നു, സൈക്കിൾ നിരോധിച്ചിരിക്കുന്നു, എല്ലാ വാഹനങ്ങളും നിരോധിച്ചിരിക്കുന്നു, പ്രവേശനമില്ല. ഉത്തരം കാളവണ്ടി നിരോധിച്ചിരിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? യു-ടേൺ നിരോധിത ചിഹ്നം, വലത്തേക്ക് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു, ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു, വലതുവശത്തേക്ക് തിരിയാനുള്ള അടയാളം. ഉത്തരം വലതുവശത്തേക്ക് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? നിർബന്ധമായും ഇടതുവശം ചേർന്ന് ഓടിക്കുക, ഇടതുവശത്തേക്ക് റോഡുണ്ട്, നിർബന്ധമായി ഇടത്തേക്ക് തിരിയുക, മുന്നിൽ ഇടത്തേക്ക് തിരിയുക. ഉത്തരം നിർബന്ധമായി ഇടത്തേക്ക് തിരിയുക. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? റോഡ് ഉപയോക്താക്കൾ നിരോധിച്ചിരിക്കുന്നു, കാൽനട യാത്രക്കാർ നിരോധിച്ചിരിക്കുന്നു, എല്ലാ റോഡ് ഉപയോക്താക്കൾക്കും വാക്കിംഗ് സോൺ, കാൽനട ക്രോസിംഗ്. ഉത്തരം കാൽനട യാത്രക്കാർ നിരോധിച്ചിരിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? നിർബന്ധിത വൺ വേ, നിർബന്ധമായി മുന്നോട്ട് മാത്രം പോവുക, സൈഡ് റോഡുകളില്ല, യൂണി ദിശ ട്രാഫിക്. ഉത്തരം നിർബന്ധമായും മുന്നോട്ട് മാത്രം പോവുക. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഹോൺ നിരോധിച്ചിരിക്കുന്നു, നിർബന്ധിത ഹോൺ, ഹോൺ മുഴക്കിയേക്കാം,
മുകളിൽ പറഞ്ഞവ ഒന്നും ശരിയല്ല. ഉത്തരം ഹോൺ നിരോധിച്ചിരിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? മുന്നിൽ വലത്തോട്ട് സൈഡ് റോഡ്, നിർബന്ധമായി ഇടത്തേക്ക് തിരിയുക, നിർബന്ധമായി മുന്നോട്ട് പോവുക അല്ലെങ്കിൽ വലത്തോട്ട് തിരിയുക, മുന്നോട്ട് റോഡിൽ വലതുവശത്തേക്കുള്ള വളവ്. ഉത്തരം നിർബന്ധമായും മുന്നോട്ട് പോവുക അല്ലെങ്കിൽ വലത്തോട്ട് തിരിയുക. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? വഴി കൊടുക്കുക, പാർക്കിംഗ് പാടില്ല, നിർത്തുക, നോട്ട് എ ട്രാഫിക് സൈൻ. ഉത്തരം നിർത്തുക. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? വഴി കൊടുക്കുക, ആശുപത്രി അടുത്തുണ്ട്, മുന്നിൽ ട്രാഫിക് ഐലൻഡ്, മുന്നറിയിപ്പ് നൽകുന്ന ട്രാഫിക് ചിഹ്നങ്ങൾ സൂചിപ്പിക്കുന്നത്. ഉത്തരം വഴി കൊടുക്കുക. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രവേശനമില്ല, വൺ വേ അടയാളം, കാറുകൾക്കും മോട്ടോർ സൈക്കിളുകൾക്കും പ്രവേശനമില്ല, റോഡ് അടച്ചിരിക്കുന്നു. ഉത്തരം പ്രവേശനമില്ല. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? വലത്തേക്ക് തിരിയുന്നത് നിരോധിച്ചിരിക്കുന്നു, വലത്തേക്കുള്ള വലിയ വളവ് നിരോധിച്ചിരിക്കുന്നു, യു ടേൺ നിരോധിത ചിഹ്നം, വലതുവശത്തേക്ക് തിരിയാനുള്ള അടയാളം. ഉത്തരം യു ടേൺ നിരോധിത ചിഹ്നം. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രവേശനമില്ല, ഇരുവശങ്ങളിലും വാഹനങ്ങൾക്ക് പ്രവേശനമില്ല, വൺ വേ ട്രാഫിക് ചിഹ്നം, മുകളിൽ പറഞ്ഞവ ഒന്നും ശരിയല്ല. ഉത്തരം വൺ വേ ട്രാഫിക് ചിഹ്നം. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? 3.5 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള വാഹനങ്ങൾക്ക് മാത്രം പ്രവേശനം, 3.5 മീറ്ററിന് മുകളിൽ വീതിയുള്ള വാഹനങ്ങൾക്ക് മാത്രം പ്രവേശനം, 3.5 മീറ്ററിൽ കൂടാത്ത ഉയരമുള്ള വാഹനങ്ങൾക്കാണ് പ്രവേശനം, 3.5 മീറ്ററിന് താഴെ വീതിയുള്ള വാഹനങ്ങൾക്ക് മാത്രം പ്രവേശനം. ഉത്തരം 3.5 മീറ്ററിൽ കൂടാത്ത ഉയരമുള്ള വാഹനങ്ങൾക്കാണ് പ്രവേശനം. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? വേഗത പരിധി മണിക്കൂറിൽ 2 കിലോമീറ്റർ, 2 മീറ്ററിൽ കൂടുതൽ വീതിയുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല, 2 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല, 2 മീറ്ററിൽ കൂടുതൽ ചുറ്റളവുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. ഉത്തരം 2 മീറ്ററിൽ കൂടുതൽ വീതിയുള്ള. എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ സ്കോർ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ എത്തിച്ചു കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.